ഹല്ലേലൂയ ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ ജീവിത രഹസ്യങ്ങൾ എന്ന പേരിൽ നടക്കുന്ന ഈ 2 ദിവസത്തെ ബൈബിൾ ധ്യാന മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുവാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി, ഈ മീറ്റിംഗ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച ഡോക്ടർ സാറ, മറ്റ് സഹോദരങ്ങൾ സഹോദരിമാർ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വളരെ ബഹുമാനത്തോടു കൂടെ വന്ദനം പറയുന്നു. ജീവിത രഹസ്യങ്ങൾ എന്നാണ് ഈ പ്രോഗ്രാമിന് നിങ്ങൾ പേര് കണ്ടത്. എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം, ആരോടും പറയാത്ത രഹസ്യങ്ങളെല്ലാം ഇവിടെ വെളിപ്പെടുത്തും എന്നാണോ? ഒരിക്കലുമല്ല. പേടിക്കണ്ട, അതല്ല വിഷയം. പിന്നെന്താ വിഷയം? ജീവിതത്തിൻ്റെ അർത്ഥം അറിയാൻ സഹായിക്കുന്ന ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ കാര്യത്തിൽ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്ന ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വചനധ്യാനത്തിന് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം എന്ന ഒരു പേരിലേക്ക് മാറിയാലും കുഴപ്പമില്ല. അപ്പോൾ മനുഷ്യരെല്ലാം ജീവിക്കുന്നു. എന്തുകൊണ്ട് ജീവിക്കുന്നു? ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു. എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഉത്തരം വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല. ഒരു കുട്ടിയോട് ഒരു ഫിലോസഫർ ചോദിച്ചു, നീ എവിടെ പോവുക? സ്കൂളിൽ പോവുക. എന്തിനു പോവുക? പഠിക്കാൻ പോവുക. എന്തിനാ പഠിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം വന്നപ്പോൾ ഉത്തരം അല്പം പതുക്കെയായി. 1 മിനിറ്റ് അവൻ നിന്നു. എന്തിനാ പഠിക്കുന്നത്? എനിക്ക് പരീക്ഷ എഴുതാൻ. എന്തിനാ പരീക്ഷ എഴുതുന്നത്? അത് ജയിക്കാൻ. എന്തിനാ ജയിക്കുന്നത്? എനിക്ക് ജോലി കിട്ടാൻ. എന്തിനാ ജോലി കിട്ടുന്നത്? തീർന്നു, ഉത്തരം തീർന്നു. എന്തിനാ ജോലി കിട്ടുന്നത്? അപ്പോൾ ആ കുട്ടി കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് വണ്ടിയൊക്കെ മേടിക്കണം. എന്തിനാ വണ്ടി മേടിക്കുന്നത്? എനിക്ക് കല്യാണം കഴിക്കണം. എന്തിനാ കല്യാണം കഴിക്കുന്നത്? തീർന്നു. എന്തിനാ കല്യാണം കഴിക്കുന്നത്? അറിയാൻ മേല. എല്ലാവരും കഴിക്കുന്നു, ഞങ്ങളും കഴിക്കുന്നു. എനിക്ക് മക്കളൊക്കെ ഉണ്ടാകണം, വീടൊക്കെ. എന്തിനാ? ഒന്നും അറിയത്തില്ല. അപ്പം എന്തിനാ ജീവിക്കുന്നത്? ജനിച്ചതുകൊണ്ടങ്ങ് ജീവിക്കും. എത്ര നാൾ ജീവിക്കും? മരിക്കുന്നവരെ ജീവിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും ഒരു ജോലിയിലോ ഒരു ബിസിനസ്സിലോ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്ക് അതൊരു ജീവിത ലക്ഷ്യമായിരിക്കും. പക്ഷെ അതും ഒന്നുകൂടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് കഴിയുമ്പോൾ എവിടെയും ചെന്നെത്തുന്നില്ല. ഒരു വ്യക്തതയില്ല ജീവിതത്തിന്. ഇവിടെയാണ് ദൈവവചനം നമുക്കൊരു പുതിയ വെളിച്ചം തരുന്നത്. സ്തോത്രം. മനുഷ്യൻ വളരെ വിലയേറിയവനാണ്.
ആര് പറഞ്ഞു? യേശുക്രിസ്തു പറഞ്ഞു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും അവൻ്റെ ജീവനെ നഷ്ടമാക്കുക എന്ന് ഒരിടത്തും ആത്മാവിനെ നഷ്ടമാക്കുക എന്ന് മറ്റൊരിടത്തും എഴുതിയിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർത്താൽ അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും സർവ്വലോകവും നേടിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുന്നംകുളം മുഴുവൻ നേടിയ വല്ലവരും ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും കുറച്ചൊക്കെയല്ലേ നേടാൻ പറ്റുന്നുള്ളൂ. യേശു കർത്താവ് പറയുക, മുഴുവൻ മേടിച്ചാൽ, ഈ ഭൂമി മുഴുവൻ നിങ്ങളുടെ കയ്യിൽ വന്നാലും നിങ്ങൾക്ക് എന്താ പ്രയോജനമെന്ന് കർത്താവ് ചോദിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടും, പക്ഷെ അവൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് അവനൊരു ബോധ്യം കിട്ടുന്നില്ലെങ്കിൽ, പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ അവൻ്റെ ആത്മാവിനെ സംബന്ധിച്ച്, ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ലല്ലോ, അവനൊരു വ്യക്തതയില്ലെങ്കിൽ, അഥവാ മരണാനന്തര ജീവിതം സംബന്ധിച്ച് അവനൊരു ബോധ്യം കിട്ടുന്നില്ലെങ്കിൽ അവൻ എന്ത് നേടിയിട്ട് എന്താ പ്രയോജനം? നമ്മളെ ഈ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ മുഴുവൻ സമയവും എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉത്തരം ഇതായിരിക്കും: പൈസ ഉണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും നമ്മൾ ഓടുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. ഈ വർഷം ഈ നോട്ട് പിൻവലിച്ചപ്പം എത്രയോ പേരാണെന്നറിയോ വിഷമിച്ചത്. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ, അവരിതെല്ലാം അറിഞ്ഞു വന്നപ്പോഴത്തേന് വൈകിപ്പോയി. അവരുടെ കയ്യിൽ ഈ പഴയ 1000-ൻ്റെ നോട്ട് 4 ലക്ഷമായിരുന്നത്. പിന്നെ പഞ്ചായത്തുകാർ ഇടപെട്ട് അതിനെന്തോ സഹായിക്കാൻ പോകണമെന്നൊക്കെ പത്രത്തിൽ വന്നു. സമയം കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് ഇത്രയുണ്ടെന്ന്. കാരണം ഉപയോഗിക്കാതെ അവർ സൂക്ഷിച്ചു വെച്ചതാണ്. എന്തിനു വേണ്ടി എന്നറിയില്ലല്ലോ. വാസ്തവത്തിൽ നമുക്ക് ഒരു വഴികാട്ടി ആവശ്യം, നമുക്കൊരു ഗൈഡ് വേണം. ഇല്ല, നമ്മൾ വഴിതെറ്റും. എല്ലാവരും കാണിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊടുവിൽ നമ്മൾ നിരാശയിൽ പോയി അവസാനിക്കും. ഒരു ഭിക്ഷക്കാരൻ മരിച്ചു കിടന്നപ്പോൾ അവൻ്റെ സഞ്ചിക്കകത്തുനിന്ന് 3 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞ ഇടയിൽ. പക്ഷെ അവനൊരു നല്ല ഭക്ഷണം കഴിച്ച് കാണുകയില്ല, നല്ല വസ്ത്രം ധരിച്ച് കാണുകയില്ല. പക്ഷെ പൈസ ഒരു വലിയ കാര്യമാണെന്ന് അവനെ ആരോ പഠിപ്പിച്ചു. അതുകൊണ്ട് അവൻ പൈസ കിട്ടുന്നതെല്ലാം സൂക്ഷിച്ചു വെച്ച് തലേണയുടെ കീഴെ വെച്ചിട്ട് മരിച്ചു. അപ്പം പൈസ ഉണ്ടായിട്ട് ഉപയോഗിക്കാത്തവർ, പൈസ ഇല്ലാതെ വിഷമിക്കുന്നവർ, പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നവർ, പൈസയ്ക്ക് വേണ്ടി മാതാപിതാക്കളെ പോലും കൊന്നുകളയുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറയുമ്പോൾ ലജ്ജയാണ്. സ്ത്രീധനം കിട്ടാത്തതിന് വേണ്ടി ഭാര്യയെ ഉപദ്രവിക്കുകയും വീട്ടിൽ കൊണ്ട് വിടുകയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം പൈസ ഒരു പ്രധാന ഘടകമായി തീർന്നിരിക്കുന്നു. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരമില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശരിയായിട്ട് വരും. പിന്നെ ആ പൈസ എന്തിന് എന്ന് ചോദിക്കുമ്പം പിന്നെയും ഉത്തരം ഇല്ലാതെ വരികയാണ്. അപ്പോൾ മനുഷ്യൻ ജീവിതത്തിനൊരർത്ഥമില്ലാതെയാണ് പോകുന്നത്, ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെയാണ് പോകുന്നത്. ആത്മാർത്ഥമായും സത്യസന്ധമായും ഒരു ചോദ്യം ചോദിക്കണം നമ്മളോട് തന്നെ: ഈ ജീവിതം എന്തിന്? ഈ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും? ഒരു ശവക്കുഴി കൊണ്ട്, ഒരു കല്ലറ കൊണ്ട് അവസാനിക്കുന്നതാണോ ഈ മനുഷ്യ ജീവിതം? ഒരു സെമിത്തേരി കൊണ്ട് തീരുന്നതാണോ ഈ മനുഷ്യ ജീവിതം? അല്ല എന്ന് പറയാനാണ് നമ്മുടെ എല്ലാം അകത്തിരിക്കുന്ന ഉത്തരം. ഒരു കല്ലറ കൊണ്ട് തീരുന്നതല്ല ഈ ജീവിതം. ആ കാര്യം നമ്മുടെ അകത്തുണ്ട്. എന്നാൽ
അതിനപ്പുറത്ത് എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. കാരണം നമ്മളാരും പോയിട്ടില്ലല്ലോ. പോയിട്ടുള്ള ഒരാളെ നമുക്കറിയാം, അത് കർത്താവായ യേശുവാണ്. ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവായ യേശു മരിച്ചു എന്നുറപ്പ് വരുത്താൻ വേണ്ടി പടയാളി കാലൊടിച്ച് ഇറക്കാൻ ചെന്നു. കുരിശെന്ന് ഇറക്കുമ്പോൾ കാലൊടിക്കണം, കാരണം മരിച്ചിട്ടില്ല എന്ന ഒരു ധാരണയാണ് പൊതുവെ. പക്ഷേ യേശു അതിനു മുമ്പേ മരിച്ചുപോയി. കർത്താവ് മരിക്കുമ്പോൾ ഉറക്കെ കരഞ്ഞു, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തിരുക്കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. അതുകൊണ്ട് പടയാളികൾ കർത്താവിൻ്റെ കാലൊടിച്ചില്ല. കർത്താവ് മരിച്ചതാണ്. ആ ബോഡി അവർ ഇറക്കുമ്പോഴേക്കും കർത്താവിൻ്റെ രഹസ്യ ശിഷ്യന്മാരായ 1-2 പേര് ഗവൺമെൻറ് തലത്തിൽ ഇച്ചിരി പിടിപാടുണ്ടായിരുന്നത് കൊണ്ട് അവരാ ശവടക്ക് ഏറ്റെടുത്തു. അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച്, അവരുടെ രീതി അനുസരിച്ച് അവരാ ശവടക്ക് ഭംഗിയായിട്ട് ചെയ്തു. യേശു മരിച്ചു എന്നുള്ളത് ശരിയാണ്, യേശുവിനെ അടക്കി എന്നുള്ളത് ശരിയാണ്. ഇതൊന്നും നിഷേധിക്കാൻ പറ്റത്തില്ല, കെട്ടുകഥയല്ല. കർത്താവ് മരിച്ചു. കർത്താവിനെ അവരുടെ യഹൂദ മര്യാദ പ്രകാരം ശവസംസ്കാരം നടത്തി. അതിനുശേഷം കല്ലറയിൽ പോയ സ്ത്രീകൾ 3-ാം ദിവസം കണ്ടത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. പാറയിൽ വെട്ടിയ ആ കല്ലറ, അതിൻ്റെ വാതുക്കൽ വലിയൊരു കല്ലുകൊണ്ട് അടച്ചു വെച്ചിരുന്നു. ആ കല്ല് മാറിക്കിടക്കുന്നു. ഈ കല്ല് നമുക്ക് വേണ്ടി ആര് മാറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവർ പോയത്. കല്ലിതാ മാറിക്കിടക്കുന്നു. സ്ത്രീകൾ ഭയപ്പെട്ട് ഓടി ശിഷ്യന്മാരെ അറിയിച്ചു. പത്രോസും യോഹന്നാനും വീണ്ടും ഈ മേരിയും കൂടെ തിരിച്ച് അതേ സെമിത്തേരിയിൽ വന്നു. പത്രോസ് വേഗം ആ കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി. യോഹന്നാനും പുറകെ ചെന്നു. നോക്കിയപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന തുണി ചുരുട്ടി വെച്ചിരിക്കുന്നു. ബോഡി അവിടെ ഇല്ല. അവരാകെ പരിഭ്രമിച്ചു. അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ശിഷ്യന്മാരവിടെ എല്ലാം പരിശോധിച്ചിട്ട് പോയി. മഗ്ദലക്കാരത്തി മറിയം എന്ന മേരി മാത്രം പിന്നെയും അവിടെ നിന്നു. അവൾക്ക് പോകാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെല്ലാം പോയി. നിങ്ങൾ ഈ സെമിത്തേരിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ പോകുന്നത് ആരാ? ഏറ്റവും ഒടുവിൽ പിരിയുന്നത് ആരാ? ഏറ്റവും അടുത്തയാൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1000 പേര് മരണ വീട്ടിലുണ്ട്. ശവമെടുക്കാൻ നേരത്ത് ശവമടക്കം നടത്തുന്ന ആൾ പറയും, ദയവായി എല്ലാവരും സെമിത്തേരിയിൽ വന്നിട്ടേ പോകാവൂ. പക്ഷേ 500 പേരിൽ കൂടുതൽ അവിടെ വെച്ച് വീട്ടിൽ പോകും. കുറ്റമല്ല, എല്ലാവർക്കും തിരക്കാണ്. പിന്നെ ഒരു 300-400 പേരും കൊണ്ട് നമ്മൾ സെമിത്തേരിയിലേക്ക് പോകും. സെമിത്തേരിയുടെ പരിസരത്ത് ഒരു 10 മിനിറ്റ് നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ആളുകൾ പോയി തുടങ്ങും. ഏറ്റവും ഒടുവിൽ കുഴി അടയ്ക്കുമ്പോൾ 50 പേര്, 20 പേര്, 30 പേരൊക്കെ കാണും. കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ 10 പേരായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ 5 പേരാവും. ഒരു 2, 3, 4 പേര് കുഴി മുഴുവൻ അടച്ചാലും പോകത്തില്ല. അവരവിടെ നിൽക്കും. അവരൊച്ച മേളമൊന്നും ഉണ്ടാക്കുന്നില്ല. കരഞ്ഞാലൊന്നും തീരുന്നതല്ലല്ലോ വേർപാടെന്ന് പറയുന്നത്. ഇതൊന്നും വീഡിയോയിൽ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ചങ്കിനകത്തുനിന്ന് എന്തോ പറഞ്ഞു പോയതുപോലെ തോന്നുന്നതുകൊണ്ട് അവരിങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇതുപോലെ മേരി നിന്നു. മറ്റവരെല്ലാം പോയി. അവളിങ്ങനെ നിൽക്കുക. ആ നിപ്പ് കണ്ടിട്ട്
സാക്ഷാൽ യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. ഞാനിങ്ങനെ ഭാവന കാണുക, ഇവള് പോവില്ല, ഇതിപ്പം അങ്ങ് നിൽക്കും, മറ്റവരെല്ലാം പോയല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയം അലിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. ഈ സഹോദരി ഓടിച്ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആ സമയത്ത് അങ്ങനെ ഒരു പ്രത്യക്ഷത പ്ലാൻ ചെയ്തിരുന്നതല്ല. ഈ സഹോദരിയുടെ പിരിയാമേലാത്ത സ്നേഹം കൊണ്ടാണ് ആ ഒരു പ്രത്യക്ഷത അവിടെ അനുവദിച്ചത്. യേശു മരിച്ചു എന്നുള്ളത് സത്യമാണ്, അടക്കി എന്നുള്ളത് സത്യമാണ്, ഉയർത്തു എന്നുള്ളത് സത്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ശവക്കുഴി കൊണ്ട് തീരാത്ത ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ശവക്കുഴി കൊണ്ട് തീരാത്ത ഒരു ജീവിതമുണ്ടെങ്കിൽ അതിനുവേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അതിനുവേണ്ടിയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതിനുവേണ്ടിയല്ലേ നമ്മൾ ചെലവിടേണ്ടത്? അതിനുവേണ്ടിയല്ലേ നമ്മുടെ സമ്പത്ത് നമ്മൾ മുടക്കേണ്ടത്? മരണാനന്തര ജീവിതം സത്യമാണെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണ്ടേ? അതിനുവേണ്ടി നമ്മെ തന്നെ നമ്മൾ ഒരുക്കേണ്ടതല്ലേ? ഈ സത്യത്തിൻ്റെ വെളിപ്പാടുകളാണ് ഈ ക്ലാസ്സുകളിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, തരുവാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്കൊരു ഉറപ്പ് തരുന്നു, മരണം കൊണ്ട് തീരുന്നതല്ല ജീവിതം. അങ്ങനെയാണെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു കർത്താവിനെ അറിയുക. യേശു കർത്താവിനെ അറിയുമ്പോൾ നമ്മൾ നിത്യതയെക്കുറിച്ച് ബോധ്യമുള്ളവരായിത്തീരും. ഇന്ന് പകലിൽ നമ്മൾ യേശു കർത്താവിൻ്റെ വാക്കുകളെ കുറിച്ച് പരിശോധിച്ച് വരികയായിരുന്നു. നമ്മൾ ആദ്യം വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യമാണ്. കർത്താവ് പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. വീണ്ടും മത്തായി സുവിശേഷം 6:33 വായിച്ചു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നടത്താൻ നമ്മെ സഹായിക്കുന്ന യേശു, മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവത്തെ അന്വേഷിക്ക്, ദൈവത്തെ വിളിക്ക്, ദൈവത്തെ സ്നേഹിക്ക്. നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ ദൈവം നടത്തിത്തരും. സ്തോത്രം. അപ്പോൾ ദൈവത്തെ വിളിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ദൈവം നടത്തിത്തരും. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ വിളിച്ചാൽ, യേശുവിനെ അനുഗമിച്ചാൽ, അവൻ്റെ സന്നിധിയിൽ വന്നാൽ നമ്മുടെ ആവശ്യങ്ങളെ അവൻ നടത്തിത്തരും. കുറേ വാക്യങ്ങൾ രാവിലെ കാണിച്ചു തന്നു. വഴിയിലിരുന്ന അന്ധനായ യാചകൻ, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചപ്പോൾ കർത്താവ് നിന്നു, അവനെ അടുക്ക വിളിച്ചു, അവന് സൗഖ്യം കൊടുത്തു. ഒരു വല്ലാത്ത രോഗം പിടിച്ച് തീയിലും വെള്ളത്തിലും തള്ളിയിടുന്ന ഒരു ബാധയുള്ള കുഞ്ഞിൻ്റെ പിതാവ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് വാവിട്ട് കരഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ സഹായിക്കാം. കർത്താവ് ആ ഭൂതത്തെ, ആ ശുദ്ധാത്മാവിനെ ശാസിച്ച് അവരെ സ്വതന്ത്രയാക്കി.
വേറൊരു മനുഷ്യൻ തൻ്റെ കുഞ്ഞ് മരിക്കാറായി കിടക്കുമ്പോൾ ഓടി യേശുവിൻ്റെ അടുക്ക് വന്നു. വന്നിട്ട് കർത്താവിൻ്റെ കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞിപ്പം മരിക്കുക, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, മരിച്ചു, ഇനി യേശുവിനെ വിളിക്കണ്ട. യേശു തിരിഞ്ഞിട്ട് പറഞ്ഞു, അവർ പറയുന്നത് ശ്രദ്ധിക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ അവനെ ജീവിപ്പിക്കാം, സൗഖ്യമാക്കാം. യേശു ആ വീട്ടിൽ ചെന്ന് ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. അതെ, അവനെ വിളിച്ചാൽ, അവനെ വിശ്വസിച്ചാൽ, അവനെ ആശ്രയിച്ചാൽ, അവനെ ആരാധിച്ചാൽ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ അവൻ നടത്തിത്തരും. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അതെ, കർത്താവിനെ വിളിച്ചാൽ, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ അവൻ നടത്തിത്തരും. ഈ കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട, ഒട്ടും സംശയിക്കേണ്ട. എന്നാൽ അവിടെ നിന്ന് ഇനി മുമ്പോട്ട് പോകണം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സിലാക്കി തരാൻ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം രാവിലെ 1 മണിക്കൂർ പറഞ്ഞതാ. അത് പറയേണ്ട കാര്യമില്ല. കാരണം ആർക്കും സഹായിക്കാൻ മേലാത്ത വിഷയം വരുമ്പം പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്തവർ പ്രാർത്ഥിച്ചോളൂ. അന്നേരം പഠിപ്പിക്കേണ്ട. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഡോക്ടർ ഉപേക്ഷിച്ചു, ഭൂമിയിൽ ആർക്കൊന്നും ചെയ്യാൻ മേല, പ്രതീക്ഷ തീർന്നാൽ ദൈവമേ എന്ന് വിളിക്കാൻ എല്ലാവർക്കും അറിയാം. ദൈവം ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരും അങ്ങനെ വരുമ്പോൾ വിളിക്കും. ജീവിതത്തിൽ ഒരിക്കലും ദൈവമേ എന്ന് വിളിക്കാത്ത ആരും ഇല്ലെന്നാണ് പറയുന്നത്. അറിയാതെയാണെങ്കിലും വിളിച്ചു പോകും. A.T. കോവൂരിൻ്റെ മരണത്തിന് മുമ്പ് എഴുതി വെച്ച കുറിപ്പിനകത്ത് പണ്ട് വായിച്ചതെൻ്റെ ഓർമ്മയിലുണ്ട്. ഏതോ വാരികയ്ക്കകത്ത് വന്നത്, ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ഒരു പുരോഹിത പാരമ്പര്യം ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ടും ഞാൻ മരണസമയത്ത് അബോധാവസ്ഥയിൽ ദൈവമെന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളാരും വിളിക്കരുതെന്ന് ശിഷ്യന്മാർക്ക് വേണ്ടി പുള്ളി എഴുതി വെച്ചു. കണ്ടോ, ഞാൻ വിളിച്ചു പോകുമെന്ന്. അപ്പം മനസ്സിൽ സാധനം കിടപ്പുണ്ട്, ഇതില്ലാത്ത ആരുമില്ല. അപ്പം അദ്ദേഹം ശിഷ്യന്മാരോട് പറയുക, ഞാൻ അങ്ങനെ അബോധാവസ്ഥയിലെങ്ങാനും വിളിച്ചാലും നിങ്ങൾ വിളിക്കരുതെന്ന്. അപ്പം മനുഷ്യൻ ഗതി മുട്ടുമ്പം വിളിക്കുന്ന ഒരു നാമമാണ് ഈശ്വരാ. ഗതി മുട്ടുമ്പോഴെങ്കിലും വിളിച്ചത് നല്ല കാര്യം. പക്ഷെ അതിനൊരു ബൈബിൾ ക്ലാസ് വേണ്ട. ഗതി മുട്ടുമ്പോൾ വിളിച്ചോളും. അതിനൊരു ബൈബിൾ ക്ലാസിൻ്റെ ആവശ്യമില്ല. അതിനൊരു മീറ്റിംഗ് വെക്കേണ്ട കാര്യമില്ല. വഴി മുട്ടുമ്പം ദൈവമേ എന്ന് വിളിക്കാത്ത ആരാ ഉള്ളേ? മനുഷ്യൻ ബലഹീനനാകുമ്പോൾ, അവൻ ഭീരുവാകുമ്പോൾ അവന് വിളിക്കാനുള്ള ഒരു പേരാണ് ദൈവം. അത് ഏതേലും ഭാഷയിൽ വിളിച്ചോളൂ. ഈശ്വരാ, ഭഗവാനേ, കർത്താവേ, ദൈവമേ. ഇത് മനുഷ്യൻ്റെ അകത്തുനിന്ന് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. അവിടം വരെ നിങ്ങൾ ആയിട്ടുള്ളോ, അതോ അതിനപ്പുറത്ത് ഒരു പടി നിങ്ങൾ കയറിയിട്ടുണ്ടോ? അതാണ് എനിക്ക് പറയാനുള്ള യഥാർത്ഥ ജീവിത രഹസ്യം. എൻ്റെ ദൈവമേ, എന്നെ ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കാം. അത് കഴിഞ്ഞിട്ടോ? അല്ല, അത് കഴിഞ്ഞിട്ട് രോഗം വരാതെ ഇരിക്കണം. എത്ര വല്ല ഇരിക്കണം? എത്ര വല്ല ഇരിക്കണം? ഓരോരുത്തരും പറഞ്ഞു 150 കൊല്ലം തരട്ടെ. എത്ര കിട്ടിയാലും സന്തോഷമാണ്. സ്തോത്രം. ദൈവത്തെ വിളിച്ചാൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുമോ? ഉണ്ടാവും. ദൈവത്തെ വിളിച്ചാൽ രോഗസൗഖ്യം കിട്ടുമോ? 101% കിട്ടും. ദൈവത്തെ വിളിച്ചാലേ കിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ മോളുടെ ഡെലിവറിക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ലേബർ റൂമിൻ്റെ വാതിക്കൽ ഇരിക്കുമ്പോൾ മെയിൻ ഡോക്ടർ കയറി വന്നിട്ട് പറഞ്ഞു, ഇച്ചിരി വലിയ ബേബിയാ, പ്രാർത്ഥിച്ചോ കേട്ടോ. കണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാക്കിക്കോളാം എന്നല്ല പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോ. സർജറി കൂടാതെ നടത്തണേ ആര് വേണം? മുകളിലിരിക്കുന്ന ആൾ വേണമെന്നായി പറയുന്നേ. ഇതൊരു സാമാന്യമായ വേദശാസ്ത്രമാണ്. ദൈവത്തെ കൂടാതെ ഒന്നും നടക്കത്തില്ലെന്ന്. ഇതാണ് നമ്മൾ രാവിലെ വായിച്ചത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പക്ഷേ ഈ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ലേബർ റൂമിൻ്റെ വാതിക്ക വന്ന ആരാ പ്രാർത്ഥിക്കാത്തേ? ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ ഇരിക്കുന്ന ആരാ പ്രാർത്ഥിക്കാത്തേ? ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ ഇരുന്ന് ചീട്ട് കളിക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? അവിടെ ഇരിക്കുന്നവർ കുരിശ് വരച്ചോണ്ടായിരിക്കുന്നത്. കുരിശ് വരയ്ക്കാൻ അറിയാൻ മേലാത്തൊരു നെഞ്ചലിങ്ങനെ ഞെക്കി പിടിക്കുന്ന കാണാം. അത് എന്നറിയാൻ മേല. അതെല്ലാം പ്രാർത്ഥനയുടെ ഓരോ പോസാണ്. നിങ്ങൾ മരണ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണ വീട്ടിൽ ഞങ്ങളിത് ശ്രദ്ധിക്കാതെ പറ്റുകയല്ലോ. മരണ വീട്ടിൽ ഇനിയാണല്ലോ ഒന്ന് ശ്രദ്ധിച്ചോണം. വരുന്നവർ ആ ബോഡിയുടെ അടുക്ക വന്നു നിന്ന് എന്തോ ആണെന്നൊരു പിടിയില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ആളോട് പ്രാർത്ഥിക്കുക. ഈ ആൾ നേരത്തെ പോയല്ലോ, ഒരു സീറ്റ് ഞങ്ങൾക്കും കൂടെ ഒന്ന് ബുക്ക് ചെയ്തേക്കണേ എന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പരിഹസിച്ചതല്ല കേട്ടോ, ഞാൻ സത്യസന്ധമായി പറയുക. എല്ലാ മനുഷ്യരും പരേതനെ ബഹുമാനിക്കുന്നുണ്ട്. ഇനി ആശംസയ്ക്ക് സമയം കൊടുത്താൽ ഇങ്ങനെ പോലൊരു ദുഷ്ടൻ ഈ നാട്ടിലില്ലായിരുന്നെന്ന് പറയുമോ? ഇല്ല. പക്ഷേ ഇവിടെ ദുഷ്ടന്മാരില്ലേ? മരിച്ചപ്പോൾ ആരെങ്കിലും പറഞ്ഞോ ദുഷ്ടനാണെന്ന്? പറയല്ല. മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബഹുമാനം. ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ ഉപദ്രവം മുഴുവനും. പോയാൽ പിന്നെ നല്ലതേ പറയുള്ളൂ. വായിച്ചത് നേരാണോ അതോ ഭാവനയാണോ എന്നറിയാൻ മേല. ഒരു മനുഷ്യനെക്കുറിച്ച് വരുന്നവർ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഭാര്യ പോലെ വിളിച്ച് ചോദിച്ചു, മോനെ നമ്മുടെ പപ്പ തന്നെയാണോ കിടക്കുന്നതെന്ന് നോക്കിയേടാ. സ്തോത്രം. കാരണം ഇവരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. സ്തോത്രം. ജോൺ ഓസ്റ്റിൻ എന്ന ദൈവദാസൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കല്ലറയിൽ ഇടാനുള്ള പൂക്കൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്ന് തരുകയാണെങ്കിൽ എനിക്കൊന്ന് മണക്കാരുന്നല്ലോ. അമേരിക്കയിലൊക്കെ മരണവീട്ടിൽ പോകുന്നവരൊരു പൂവായിട്ടാണ് പോണേ. കല്ലറയിലോട്ട് പോകുന്നവർ പ്ലാസ്റ്റിക് പൂവല്ല, ഫ്രഷ് പൂവായിട്ടാണ് പോണേ. റോസപ്പൂവായിട്ടാണ് പോണത്. അത് ആ കുഴിയിലോട്ട് ആദ്യം ഇടും, പിന്നെ മണ്ണിടുകയുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിതെല്ലാം കൂടെ അവിടെ അന്നേരം ഇടാതെ ഒരെണ്ണം എനിക്ക് ജീവനുള്ളപ്പോൾ ഞാനതൊന്നും മടക്കട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. മരണ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകളെല്ലാം വന്ന് ഈ ആളോട് എന്തോ പറയുന്നുണ്ട്. ദൈവത്തെ ഒന്നും അറിയാൻ മേലെ എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് മരണത്തിനപ്പുറത്തെക്കുറിച്ച് ഒരു പിടിയില്ല. പക്ഷെ ഇങ്ങനെ ആൾ ഡെയിലി പൊയ്ക്കൊണ്ടിരിക്കുക. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്ര ബസ്സാണ് പോണേ. അതുപോലെ ഈ ലോകമാകുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് വണ്ടി കയറി കഴിഞ്ഞു. അടുത്ത വണ്ടി വന്ന് നിൽക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആരാ ആദ്യം കയറുന്നതെന്ന് അറിയാൻ മേല. പ്രൈസ് ദി ലോർഡ്. കേവലം ഭൂമിയിലെ ഒരു ജീവിതത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കുവാൻ നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടന്നൊരു സംഭവമാണ്. പൈലറ്റ് അനൗൺസ് ചെയ്യുമല്ലോ, വിമാനത്തെ പോയിട്ടുള്ളവർക്കിടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. ചില പൈലറ്റുമാർ നല്ല കലാപരമായിട്ട് അനൗൺസ് ചെയ്യും. ഒരിക്കൽ ഞങ്ങൾ എവിടുന്നോ വളരെ ദൂരെ നിന്ന് വരിക, ഞാനും വൈഫും. കൊച്ചി വന്നിട്ട് ഇറങ്ങുന്നില്ല, മുകളിൽ നിന്ന് കറങ്ങുക. എല്ലാവരുടെയും ക്ഷമ നശിച്ചപ്പോൾ ഈ മനുഷ്യൻ പറയുക, കേരളം എത്ര മനോഹരമാണ്, ഗോഡ്സ് ഓൺ കൺട്രി. ഈ എയർപോർട്ട് എത്ര സുന്ദരമാണ്, കാരണം ഇനിയും 15 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനാണ് ഇങ്ങനെ ഇവർ അനൗൺസ് ചെയ്യും. അപ്പോൾ അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ദിവസം പറയുകയാണ്,
കാലാവസ്ഥ വളരെ മോശമാണ്, നമ്മുടെ കൺട്രോളിൽ വിമാനം നിൽക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ബെൽറ്റൊക്കെ ഇടണം. കുട്ടികളെയെല്ലാം ബെൽറ്റിട്ട് മുറുക്കണം, നന്നായിട്ടിരിക്കണം, വളരെ കെയർഫുള്ളായിരിക്കണം. ആരും ഇതൊന്നും തുറക്കരുത്, കബോർഡുകളൊന്നും തുറക്കരുത് എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പം അദ്ദേഹം തന്നെ ടെൻഷനായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങൾ പോവുകയാണ്. മൂന്നാമതായി അനൗൺസ് ചെയ്തു, ഇനി എല്ലാവരും പ്രാർത്ഥിച്ചോ. കാരണം ഇനി ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പം ചെയ്യാനുള്ള കാര്യമാണ് എന്ത്? പ്രാർത്ഥന. ഇത് തന്നെ നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഇനി വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചോ. അപ്പം നമുക്ക് കാര്യം മനസ്സിലായി എന്താ പറഞ്ഞത്. എന്നാൽ ഞങ്ങളൊരു ചോദ്യം ചോദിക്കുക, ഇത് നേരത്തെ പറഞ്ഞുകൂടെ? അപ്പോൾ ജീവിതം വഴിമുട്ടുമ്പോൾ പ്രാർത്ഥിക്കാൻ ആരെയും പഠിപ്പിക്കണ്ട. മനുഷ്യൻ്റെ അകത്തുനിന്ന് പൊങ്ങി വരും, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമെന്ന്. പക്ഷേ പ്രാർത്ഥനയ്ക്കും ബൈബിൾ ക്ലാസ്സിനും വന്നുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഇപ്പോഴും അവിടം വരെ ആയിട്ടുള്ളോന്ന്. ഇപ്പോഴും ഈ കൺവെൻഷൻ എല്ലാം കേട്ട്, ഈ ടെലിവിഷനിൽ ഈ പ്രസംഗം മുഴുവൻ കേട്ട്, ഈ മീറ്റിങ്ങുകൾക്കെല്ലാം വന്നിട്ടും ഇവിടം വരെ ആയുള്ളോ? ഒരു ബൈബിൾ ക്ലാസ്സും വേണ്ട ഇവിടം വരെ ആകാൻ. ഭൂമിയിൽ അങ്ങനെ അധികം നിരീശ്വരവാദികളൊന്നുമില്ല. നിരീശ്വരവാദ പ്രസ്ഥാനം ഒരു 10-20 കൊല്ലം മുമ്പൊന്നും പതുക്കെ തഴച്ച് വളർന്നതായപ്പോൾ അതെല്ലാം കരിഞ്ഞുപോയി. അപ്പം അതൊന്നും അങ്ങനെ വിജയിക്കുകയില്ല. ദൈവത്തെ വിളിക്കാൻ ഒരു ക്ലാസ് ഒന്നും വേണ്ട, പ്രതിസന്ധി മതി. അപ്പോൾ നമ്മൾ രാവിലെ പഠിച്ച 3 കാര്യങ്ങളിലേക്ക് കയറുക, ക്ലാസ്സിലേക്ക് കയറുക. രാവിലെ വരാത്ത ഒരുപാട് പേര് ഇന്നുള്ളതുകൊണ്ട്, വൈകിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും റിവിഷൻ എടുത്തത്. 3 കാര്യങ്ങളാണ് ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കേണ്ടത്. 1, ദൈവത്താൽ ജീവിക്കുക. 2, ദൈവത്തിനായി ജീവിക്കുക അഥവാ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. 3, ദൈവം ജീവിക്കുക. അത് ദൈവം എന്നുള്ള വാക്കൊന്ന് മാറ്റുക ഞാൻ. 1, യേശുവിനാൽ, യേശുവിനാൽ മറക്കരുത്, യേശുവിനെ കൊണ്ട്, യേശുവിൻ്റെ സഹായത്താൽ ജീവിക്കുക. 2, യേശുവിനായി ജീവിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കുക. 3, യേശു ജീവിക്കുക. ഇതിൽ യേശുവിനാൽ ജീവിക്കുക എന്നുള്ളതിന് യോഹന്നാൻ 15:5 മത്തായി 6:33 എഴുതുക. പിന്നെ ഇപ്പം പറഞ്ഞ സംഭവങ്ങളെല്ലാം അത് തന്നെയാണ്. ഓക്കെ. എന്നാൽ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിലാണ്. 2 കൊരിന്ത്യർ 5:14 എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ലെവൽ, അതിന് ബൈബിൾ ക്ലാസ് വേണം, അതിന് ഉപവാസം വേണം, അതിന് പ്രാർത്ഥന വേണം, അതിന് ധ്യാനം വേണം, പവർ മീറ്റിംഗ് വേണം. ഈ സെക്കൻഡ് ലെവലിലോട്ട് കയറാൻ ഒരു സാധാ ജീവിതം പോരാ. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പറയുന്നതിന് എപ്പോൾ വേണേലും പറയാം. കാരണം ദൈവം നമ്മളെപ്പോലെ ഒരാളല്ലല്ലോ. എത്ര വൈകിയാലും ദൈവം ക്ഷമിക്കും. എത്ര തെറ്റ് ചെയ്താലും ദൈവത്തെ വിളിച്ചാൽ ദൈവം മനസ്സലിയും. അതിന് 100 തെളിവുണ്ട്. ക്രൂശിലെ കള്ളൻ വിളിച്ചത് വളരെ ലേറ്റായിട്ടാണ് അല്ലേ? പക്ഷെ കർത്താവ് ഒന്നും ചോദിച്ചില്ല, നീ എൻ്റെ മോനെ ഇപ്പോഴാണോടാ ഇങ്ങനെ വിളിക്കാൻ തോന്നിയത് എന്ന് പറഞ്ഞില്ലല്ലോ. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്നാണ് പറഞ്ഞത്. കണ്ടോ?
മുടിയൻ പുത്രൻ വന്നത് വളരെ ലേറ്റായിട്ടാണ്, വളരെ നശിപ്പിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഒന്നും ചോദിച്ചില്ല, സ്വീകരിച്ചല്ലോ. അപ്പൊ കർത്താവിൻ്റെ ഒരു സഹായം നിങ്ങൾ ചോദിച്ചാൽ കർത്താവ് സഹായിക്കും. സ്തോത്രം. ദാസന്മാരുടെ കണ്ണ് യജമാനയിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവത്തിലേക്കും ഞങ്ങൾ ഉയർത്തുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെവൽ ക്രിസ്ത്യാനിറ്റിക്ക് അത്ര വലിയ ടീച്ചിങ് ഒന്നും വേണ്ട. എന്നാൽ സെക്കൻഡ് ലെവൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോഴത്തെ ആശയം വളരെ ആഴമുള്ളതാണ്. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയാൻ പോണത്. നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് 15:5. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതോടെ നിൽക്കട്ടെ. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. അതാണൊരു വലിയ അത്ഭുതം. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരുടെ ഇടയിൽ വസിക്കും, അവൻ അവരിൽ സന്തോഷിക്കും. ഇപ്പം ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടോ? ഉണ്ട്. എനിക്ക് ദൈവത്തെ ആവശ്യമുണ്ട്. അതൊരു സാധാരണ സത്യമാണ്. ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെന്നുള്ളത് ഒരു വിലയേറിയ സത്യമാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സഹോദരി, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന സഹോദര, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായിട്ട് മരിച്ചുയർത്തവനായിട്ട് ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഞാൻ അവന് വേണ്ടി ജീവിക്കാൻ അവൻ എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ അവന് വേണ്ടി ജീവിക്കാൻ അവൻ എനിക്ക് വേണ്ടി മരിച്ചു. നിങ്ങളൊന്ന് ഉറക്കെ പറയണേ, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശുവിൻ്റെ മരണം എനിക്ക് വേണ്ടിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു തീരുമാനമെടുക്കണം. ഇനി ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഇനി ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. എൻ്റെ ജീവിതം കർത്താവിനായി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഈ ഒരു മഹത്തായ തീരുമാനം ഒരു വ്യക്തി എടുക്കണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം, അവന് ദൈവവചനത്തിൻ്റെ പഠനം വേണം. അതിൻ്റെ പഠനത്തിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ രണ്ടാമത് വായിച്ച വാക്യം റോമർ 14:8 എൻ്റെ ഓർമ്മ. നോക്കിക്കേ, 14:7 വായിച്ചോ. നമ്മളിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. ജീവിക്കുന്നത് കർത്താവിനായി, മരിക്കുന്നത് കർത്താവിനായി. അടുത്ത വാക്യം, ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. നാം കർത്താവിനുള്ളവർ തന്നെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിക്കുക, ഈ ചിന്തയാണ് അതിപ്രധാനപ്പെട്ട രണ്ടാമത്തെ ചിന്ത. കർത്താവിന് വേണ്ടി ജീവിക്കുക. വീണ്ടും നമ്മൾ വായിച്ചത് ഫിലിപ്പിയർ 1:21 വായിക്കാമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്.
ഈ ഒരു ലെവലിലേക്ക് എത്ര പേർ വന്നിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു രണ്ടാം ലെവൽ ക്രിസ്തീയത അതിലേക്ക് വരാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അതിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നു. അതിനായി നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? എനിക്ക് വേണ്ടി മരിച്ച യേശുവിനായി ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 കൊരിന്ത്യർ 5:14 വായിച്ചത്. തുടർന്ന് വായിച്ചേ. ആ ആ പിന്നെ വായിച്ചോ. ആ ആ അടുത്ത വാക്യം. ആ ആ ആ ആ ആമേൻ. പുതിയ സൃഷ്ടി, പഴയ സൃഷ്ടി. പഴയ സൃഷ്ടി ആദാമിലുള്ള ജനനമാണ്. ആദാമിലെല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിലെല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പുതിയ ഒരു ജീവിതത്തിലോട്ടുള്ള പ്രവേശനമാണ് ഈ 2nd ലെവൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം. ഞാൻ ആദ്യം പറഞ്ഞതിന് വീണ്ടും ജനനം വേണമെന്ന് നിർബന്ധമില്ല. അതായത് കർത്താവ് നിങ്ങളുടെ ഒരു പ്രാർത്ഥന കേട്ട് നിങ്ങൾക്കൊരു ഭൗതിക നന്മ തരുന്നതിന് വീണ്ടും ജനനം നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അപകടമുണ്ടോ? സംശയം വന്നിട്ടുണ്ടോ? തിരുത്താൻ ശ്രമിക്കാം. 10 കുഷ്ഠരോഗികൾ കർത്താവിനോട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എത്ര പേർക്ക് സൗഖ്യം കൊടുത്തു? 10 പേർക്കും കൊടുത്തു. എത്ര പേര് കർത്താവിനെ ആരാധിക്കാൻ വന്നു? ഒരാളെ വന്നുള്ളൂ. അപ്പോൾ 9 പേര് ഗുണപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമല്ലേ? അല്ലേ? കർത്താവ് സൗഖ്യം തിരിച്ചു മേടിച്ചോ? ഇല്ല. തിരിച്ചു മേടിച്ചെങ്കിൽ അവരെപ്പോൾ വന്നെന്ന് ചോദിച്ചോണ്ടാൽ മതി, അല്ലേ? തിരിച്ചു മേടിച്ചാൽ അവർ പിറ്റേ ദിവസം ആരാധനയ്ക്ക് വരും. എൻ്റെ പൊന്നു കർത്താവ്, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, സൗഖ്യം ഞാൻ നേക്കാൻ പറയും. സംശയിക്കേണ്ട ആ കാര്യത്തിന്. അസുഖം മാറിയിട്ട് വീണ്ടും വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. അപ്പോൾ വീണ്ടും വന്നില്ലെന്നതിൻ്റെ ഉറപ്പാണ് അവർ ആരാധനയ്ക്ക് വരാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൽ നിന്ന് ഇനിയുള്ളത് കേട്ടില്ലേ നിങ്ങൾ തെറ്റും. കർത്താവിൽ നിന്ന് ഒരു സൗഖ്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഓർത്ത് നിങ്ങൾ പുതു സൃഷ്ടിയായി എന്ന് അർത്ഥമില്ല. തലയോലപ്പറമ്പിനടുത്തൊരു വീട്ടിൽ ഞങ്ങൾ സുവിശേഷം പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പെട്ടെന്ന് അറിയാലോ, ടി വിയിലൊക്കെ പറയുന്ന ആളല്ലേ. അതെ അതെ, എല്ലാം കേട്ട് എല്ലാം വന്ന് PG വർഗീസ് സാറ് ടെലിവിഷനിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് വയറ്റുവേദനയായിട്ട് ഞാൻ ഭാരപ്പെടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വയറിൽ കൈവയ്ക്കാൻ പറഞ്ഞു. ടി വി കൂടെയാണ് പറഞ്ഞത്. ഞാൻ കൈവച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടി. അങ്ങനെയെല്ലാം ഭയങ്കര സന്തോഷം അവിടുത്തെ സഹോദരിക്ക്, പ്രായമുള്ളൊരു ആൻറ്റിയാണ്. അപ്പം ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ടി വി പറഞ്ഞില്ലല്ലോ. അതൊന്നും അനുസരിക്കാതെ തന്നെ എനിക്ക് വയറ്റുവേദന മാറിയല്ലോ. അപ്പം അമ്മച്ചിയെ സംബന്ധിച്ച് വയറ്റുവേദന മാറി, അത് മതി. നമ്മളുടെ ഇടയിലും അങ്ങനെയുള്ളവരുണ്ട്. അത് നിങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞാൽ പിടി കിട്ടുകയില്ല. നിങ്ങൾക്കൊരു അത്ഭുതമൊക്കെ നടന്നു കാണും, അത് മതിയോ? അപ്പം അത്ഭുതം നടക്കുകയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. ടെലിവിഷനിൽ പ്രോഗ്രാം കാണുന്ന ധാരാളം പേരെ ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി പലരും പ്രാർത്ഥിച്ചു അനേക ആവശ്യങ്ങളിൽ.
ഞാനതെല്ലാം വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ അടുത്തൊരു ലെവലുണ്ട്. സ്തോത്രം. പുതുസൃഷ്ടി എന്ന അനുഭവം അത് രോഗസൗഖ്യത്തോട് ബന്ധപ്പെട്ടതല്ല, അത് ഭൗതിക നന്മകളോട് ബന്ധപ്പെട്ടതല്ല, അത് നിത്യജീവനോട് ബന്ധപ്പെട്ടതാണ്, അത് ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടതാണ്. അതാണ് പ്രധാനം, അതാണ് പ്രധാനം. യേശു കർത്താവ് അതിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യത നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചെവി തുറന്ന് കേൾക്കുക, കണ്ണ് തുറന്ന് കാണുക. എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെന്ന തീരുമാനം ഒരുവൻ എടുക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പുതിയ സൃഷ്ടിയാകുന്നു. വായിക്കാം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആ ആ പിന്നെ ആ ആ ആ ആയിരുന്നു. ചുടി ഉറക്കെ വായിച്ചോ. ആ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ ആ ആ അടുത്ത വാക്യം ആ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ആ അടുത്ത വാക്യം ആ കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ആ അടുത്ത വചനം, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. ഒരു പുതു സൃഷ്ടി നടന്നു, ഒരു പുതു സൃഷ്ടി നടന്നു. വീണ്ടും ജനനം, പുതു സൃഷ്ടി. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ചവിട്ടുപടി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം നോക്കി. 1:13. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, അല്ല ദൈവത്തിൽ നിന്ന് ജനിച്ചു. ആര്? അവർ. ആരാണ് അവർ? 1:12. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. ഹല്ലേലൂയ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവിടുത്തെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ മുൻപിൽ ജീവിതം സമർപ്പിക്കുന്നവർ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നൊരു വ്യക്തി സമർപ്പിക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. അവനൊരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെ ജീവിതം ആകെ മാറുകയാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം, ഇതാണ് യഥാർത്ഥ ജീവിതം. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിനായി ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ
സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. വായിക്കാം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവിടെ അതിന് മുകളിൽ നിങ്ങൾ വായിച്ചു, ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മാനുഷിക ബന്ധങ്ങൾ ഞങ്ങൾ വിട്ടുകളഞ്ഞു. ക്രിസ്തുവിലുള്ള ബന്ധത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യത കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ആളുകളെ അറിയുന്നത് അവൻ ക്രിസ്തുവിലാണോ അല്ലയോ എന്നുള്ളതാണ്. അവൻ ഏത് വീട്ടുകാരനാണ്, അവൻ്റെ കുടുംബം ഏതാണ്, അവൻ എത്ര സാമ്പത്തികമുണ്ട്, ഇങ്ങനെയൊക്കെ ആളുകളെ ഞങ്ങൾ വിലയിരുത്തിയിരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ആളുകളെ അറിയുന്നത് ക്രിസ്തുവിൽ ആണോ അല്ലയോ. ഇപ്പോൾ ഒരു വ്യക്തിയുമായിട്ടുള്ള ഞങ്ങളുടെ പരിചയം, അതായത് ഞങ്ങളുടെ ഇൻഫർമേഷൻ സിസ്റ്റം മാറി. ഞങ്ങൾ ആരെയും ഇപ്പോൾ ജഡപ്രകാരം അറിയുന്നില്ല. 16-ാമത്തെ വാക്യം നോക്കിയേ. ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഞങ്ങൾ മനുഷ്യരെ അവരുടെ ഭൗതിക ബന്ധത്തിലല്ലിപ്പോൾ അറിയുന്നത്, ക്രിസ്തുവിലോ അല്ലയോ. ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങനെ ക്രിസ്തുവിനായിട്ട് ജീവിക്കുവാൻ ഒരു മനുഷ്യൻ സമർപ്പിക്കുമ്പോൾ അവനിൽ നടക്കുന്ന ദൈവപ്രവൃത്തിയാണ് പുതുജനനം. ഇന്ന് രാത്രി വരെയും ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്ത ഒരാളെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ അവരിപ്പോൾ ദൈവസന്നിധിയിൽ അവരെ തന്നെ സമർപ്പിക്കട്ടെ. പുതുജനനം കൂടാതെ പുതിയൊരു ജീവിതം ഇല്ല. പുതിയ ജീവിതത്തിലോട്ട് കയറണമെങ്കിൽ പുതിയ ജനനം വേണം. നിങ്ങൾക്കൊരു ഭൗതിക നന്മയോ ഒരു രോഗസൗഖ്യമോ ദൈവം തന്നെന്നോർത്ത് നിങ്ങൾക്കൊരു പുതുജീവിതം കിട്ടത്തില്ല. പുതുജീവിതം കിട്ടണമെങ്കിൽ പുതുജനനമുണ്ടാകണം. പുതുജനനമുണ്ടായാൽ പുതുജീവിതമുണ്ടാകും. പുതുജീവിതമുണ്ടായാൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, ജീവിതത്തിന് ലക്ഷ്യമുണ്ടാകും. അപ്പോൾ പുതിയ ഒരു ജനനത്തിന് നിങ്ങൾക്കൊരു സമർപ്പണം ആവശ്യമാണ്. അതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. വചനം കേൾക്കണം, വചനം സ്വീകരിക്കണം, സമർപ്പിക്കണം. ഇത്രയുമാകുമ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. അപ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്. അതിനിന്ന് രാത്രിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വീണ്ടും ജനനം റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അതൊന്ന് പഠിപ്പിക്കാം. ഒന്ന് നോക്കിയേ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ ലളിതമായൊരു ഭാഗം കിടപ്പുണ്ട്. ക്രിസ്തു മേരിയിൽ എങ്ങനെ ജനിച്ചു എന്ന് നിങ്ങൾ കാണുമ്പോൾ ഈ വിഷയം ക്ലിയറാകും. 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിക്കാൻ പറ്റും. ലൂക്കോസ് 1:6 മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോ? അതിനെ ദൂതൻ, ഒരു മിനിറ്റ്, മേരി ശ്രദ്ധിച്ചേ, സമർപ്പണമാണിത്. മേരി ദൈവശബ്ദം കേട്ടു.
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവ വചനം കേട്ടു, ദൂതൻ്റെ വാക്കുകൾ കേട്ടു, ശ്രദ്ധിച്ചു കേട്ടു. അവളുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കാൻ പോവുക. അവൾ ശ്രദ്ധിച്ചു കേട്ടു, കേട്ടത് അവൾ സ്വീകരിച്ചു. എന്നിട്ട് അവൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയാത്തതല്ലേ? നിക്കോദിമോസിനോട് വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവനും ചോദിച്ചു, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇതെങ്ങനെ സംഭവിക്കും? യേശുവിൻ്റെ മറുപടി കേട്ടോ, വായിച്ചേ. അതിന് ദൂതൻ, ആ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആ. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും? നീ കേട്ടത് ഒരു കാര്യം, നീ അത് സ്വീകരിച്ചത് രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. ഇതാണ് വീണ്ടും ജനനത്തിൻ്റെ സ്റ്റെപ്പ്. നീ വചനം കേൾക്കുക, നീ അത് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. പുതുസൃഷ്ടിയാകുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാലേ നടക്കുകയുള്ളൂ. അതാണ് ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത്. അതിനായിട്ട് നാം വചനം കേൾക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ വീണ്ടും ജനനം സംഭവിക്കുന്നു. അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പുതിയൊരു ജനനം നടന്നേ പറ്റൂ. പുതുജനനം സംഭവിക്കാതെ പുതിയ ജീവിതമില്ല. ചിത്രശലഭത്തോട് ചോദിക്കുക, നിനക്കെങ്ങനെ ഇത്ര മനോഹരമായ സ്വഭാവവും ശരീരവും കിട്ടിയെന്ന് ചോദിക്കണം. അതിൻ്റെ മറുപടി പറയും, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വന്ന ദിവസമുണ്ട്. എനിക്കിത്രയും ഭംഗിയില്ലായിരുന്നു, എൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നു. ഞാനൊരു ചെടിയെ ചെന്നിരുന്നാൽ ആ ചെടി മുഴുവൻ തിന്ന് നശിപ്പിക്കുമായിരുന്നു. ഇന്ന് ഞാൻ ആ ചെടിയുടെ പൂവിനകത്തുനിന്ന് തേൻ മാത്രമേ എടുക്കത്തുള്ളൂ. എന്നോട് ആർക്കും ഇഷ്ടക്കുറവില്ല. പണ്ട് എന്നോട് എല്ലാവർക്കും ഇഷ്ടക്കുറവായിരുന്നു. ഞാനിതൊരു രണ്ടാം ജന്മമാണ്. എൻ്റെ ആദ്യത്തെ ജന്മം ഒരു വൃത്തികെട്ടതായിരുന്നു. എനിക്കൊരു രണ്ടാം ജന്മം കിട്ടി. അപ്പോഴാണ് ഈ മാറ്റം വന്നത്. ഇലയൊക്കെ തിന്ന് നടന്ന ഈ പുഴു ഇപ്പം തേൻ കുടിക്കുന്ന ആളായി മാറി. വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് മാറും. വൃത്തികെട്ടത് വായിക്കുക, വൃത്തികെട്ടത് കാണുക, മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുക, ഇതിൽ നിന്നെല്ലാം നമ്മൾ സ്വതന്ത്രരാകും. നമുക്ക് വലിയ മാറ്റം വരും. നമുക്ക് പിന്നെ തേൻ, അതായത് വചനത്തോട് മാത്രമേ താല്പര്യം. ഇതുപോലെയൊരു മാറ്റം സംഭവിച്ചാലേ നിങ്ങൾക്ക് നിത്യജീവനിലോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ജീവിതം അർത്ഥമുള്ളതാകണമെങ്കിൽ പുതുജനനം പ്രാപിക്കണം. ജീവിതം ദൈവത്തോടൊപ്പം ആകണമെങ്കിൽ പുതുജനനം പ്രാപിക്കണം. പുതുജനനം പ്രാർത്ഥനയാൽ മാത്രം കിട്ടുന്നതല്ല. രോഗസൗഖ്യം പ്രാർത്ഥനയാൽ മാത്രം കിട്ടും. പുതുജനനം വചനം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കും. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നടത്തുന്ന ഒരത്ഭുത പരിവർത്തനമാണ് പൊതുജനനം. ലോകത്തിൽ ഒരു ജനനവും കാണാൻ പറ്റത്തില്ല. ജനനം രഹസ്യമാണ്, വീണ്ടും ജനനവും രഹസ്യമാണ്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് രൂപാന്തരം വരുത്തിയാൽ അടുത്തിരിക്കുന്ന ആൾക്ക് പെട്ടെന്നറിയാൻ നോക്കുകയില്ല. നാളുകൾ കഴിയുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ ക്രിസ്തുവിലുള്ളൊരു പുതിയ ജീവിതത്തിനായിട്ട് ഇന്ന് രാത്രി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. യേശുവിനായി ജീവിക്കുവാൻ എത്ര പേര് ഇന്ന് രാത്രി സമർപ്പിക്കും? ആ സമർപ്പണം നിങ്ങളെ ഒരു പുതു സൃഷ്ടിയാക്കി തീർക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ശാന്തമായി ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് വേണ്ടി മരിച്ച യേശുവിനായി ഞാൻ ജീവിക്കും. എനിക്ക് വേണ്ടി മരിച്ച യേശുവിനായി ഞാൻ ജീവിക്കും. എനിക്ക് വേണ്ടി മരിച്ച യേശുവിനായി ഞാൻ ജീവിക്കും. എൻ പേർ കേശു,
മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഇമ്മാനുവേൽ താൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. ഇമ്മാനുവേൽ താൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാലാരു. പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാലാരു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കണ്ണുകൾ അടച്ച് കൈകൾ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തീരുമാനമെടുക്കുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. ഇവിടെ വിശ്വാസികളാണ് കൂടുതൽ വന്നിരിക്കുന്നതെങ്കിലും എല്ലാ കൈകളും ദൈവത്തിൽ ഉയരട്ടെ. ഇന്ന് ആദ്യമായിട്ട് യേശുവിനായി ജീവിതം സമർപ്പിക്കുന്ന, യേശുവിനായി ജീവിക്കുവാൻ സമർപ്പിക്കുന്ന ആളുകൾ കൈ ഉയർത്തിപ്പിടിക്കട്ടെ. യേശു നിങ്ങൾക്ക് രോഗസൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. യേശു നിങ്ങളുടെ പ്രാർത്ഥന കേട്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. എന്നാൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ ഇന്ന് മുതൽ ഒരുങ്ങുമോ? യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമോ? നിങ്ങൾ അവന് വേണ്ടത് നിങ്ങളുടെ സ്തോത്ര കാഴ്ചയല്ല, നിങ്ങളെയാണ്. അവന് വേണ്ടത് നിങ്ങളുടെ സ്തോത്രമല്ല, നിങ്ങളെയാണ്. ഞാൻ എന്നെ തന്നെ കർത്താവേ നിന്റെ കൈകളിൽ തരുന്നു എന്ന് കർത്താവിനോട് പറയാമോ? എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപയരുൾക. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപയരുൾക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ.
എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപയരുൾക. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപയരുൾക. അതെ, കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, എന്നെ ഞാൻ തരുന്നു, എനിക്കുള്ളത് ഞാൻ തരുന്നു, എൻ്റെ ജീവിതം മുഴുവനായി നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ യേശുവിനായി ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ രാവിലെ ഓർപ്പിച്ചതാ, മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്, കമ്പനിക്ക് വേണ്ടി ജീവിക്കരുത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി ജീവിക്കരുത്. ഒടുവിൽ നിങ്ങൾ ദുഃഖിക്കും. നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന, നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോയ യേശുവിനായിട്ട് ജീവിക്കുക. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം. കുന്നംകുളത്ത് ഇന്ന് നടക്കുന്ന മീറ്റിംഗിൽ വെച്ച് ഒരു പുതിയ ജീവിതത്തിനായി ദൈവം നിങ്ങളെ വിളിക്കുന്നു, കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിനായി ഞാൻ യേശുവിനായി ജീവിക്കും. യേശുവിനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം കേട്ടോ, അവൻ ചതിക്കത്തില്ല, അവൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, അവൻ ഒരിക്കലും കൈവിടത്തില്ല. യേശുവിനായിട്ട് ഞാൻ ജീവിക്കും എന്ന് നമുക്ക് ഇന്ന് രാത്രി സമർപ്പിക്കാം, പ്രതിജ്ഞ എടുക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ട് കൈകൾ ഉയർത്തി, കർത്താവായ യേശുവേ, അങ്ങയുടെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരയാഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ച യേശുവിനായി എൻ്റെ ജീവിതത്തെ ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ ജീസസ്. നാളെ പകല് ക്ലാസ് തുടരും. ആരും നഷ്ടമാക്കരുത്. ഇടയ്ക്ക് നിങ്ങൾക്ക് മുറിഞ്ഞു പോയാൽ പിന്നീട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടത്തില്ല. അതെ, പുതിയ ജീവിതത്തിൻ്റെ രഹസ്യമാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. പുതിയ ജീവിതത്തിൻ്റെ രഹസ്യം പുതുജനനമാണ്. പുതുജനനം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് തീരുന്നില്ല. ഇനി ജീവിത ശൈലി മാറണം. അതിനുള്ള വചനങ്ങൾ അടുത്ത സെഷനുകളിൽ നിങ്ങളെ കാണിക്കും. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാക്യത്തിലെ 2 കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അതായത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചേ, പൊതുജീവിതത്തിലോട്ട് കയറണമെങ്കിൽ, പൊതുജനനത്തിലോട്ട് വരണമെങ്കിൽ നിങ്ങൾക്കൊരു മരണം വേണം. അതെന്തുവാ? ഒന്ന് വായിച്ചേ, റോമർ 6:1. ആ ആ ആ അടുത്തത് ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടുത്ത പടിയിലോട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്കൊരു മരണം നടക്കണം. മരണം മാത്രം പോരാ, അടക്കം നടക്കണം, ഉയർപ്പ് നടക്കണം. അപ്പോഴാ പുതുജീവിതം ആരംഭിക്കുന്നത്. ഈ പഴയ മനുഷ്യൻ
മരിച്ച് അടക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതാണ് സ്നാനം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. വെള്ളത്തിനടിയിലേക്ക് മുങ്ങുമ്പോൾ നിങ്ങൾ ശവമടക്കത്തോട് അനുരൂപപ്പെടുകയാണ്. ഇത് പറയാതെ നിങ്ങളോട് പൊതുജീവിതം പറയാൻ പറ്റില്ല. മൂന്നാറിൽ ഒരു സ്ഥലത്ത് ഞാൻ മാസത്തിലൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ ക്ലാസ് എടുത്തു. ഞാൻ സ്നാനം പറഞ്ഞില്ല. കാരണം എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയ ആൾ പറഞ്ഞു, പെട്ടെന്ന് സ്നാനം പറയരുത്, പറഞ്ഞാൽ അവർ പിണങ്ങിപ്പോവും. ഞാനും ഓർത്ത് പിണങ്ങാതിരിക്കട്ടെ, എന്നാലല്ലേ സത്യം പറയാം, നാളെ ആണേലും പറയാമല്ലോ എന്നോർത്ത് സ്നാനം പറഞ്ഞില്ല. ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ കിടക്കും. കുറേ പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാം മീറ്റിങ്ങിന് വരും. രാവിലെ എന്നെ കാറ്, 25 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, രാവിലെ എന്നെ കാറേലൊരു 15 മൈൽ പോകണം ബസ് സ്റ്റാൻഡിലോട്ട്. പോകുന്ന വഴി പുള്ളി എന്നോട് ചോദിക്കും, ഇപ്പോൾ വേറെ ആരുമില്ല, നമ്മൾ രണ്ടും അല്ലേ ഉള്ളൂ, ഞാനൊരു രഹസ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സ്നാനപ്പെട്ടില്ലെന്നോർത്ത് കുഴപ്പമുണ്ടോ? ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞില്ല. പുള്ളി എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ അന്നത്തെ ഇടം പോകും. പിറ്റേ ആഴ്ച ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് തന്നെ ചോദിക്കും, സ്നാനപ്പെട്ടില്ലെന്നോർത്ത് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കാകെ സംശയം, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ പുള്ളി ചോദിച്ചു, അപ്പോൾ പിന്നെ എല്ലാവരും പറയുന്നത് കുഴപ്പമുണ്ടെന്നാണല്ലോ. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടാത്തവർ എന്തിനാ സ്നാനപ്പെടുന്നത്? രക്ഷിക്കപ്പെടാത്തവർ സ്നാനപ്പെട്ടില്ലെന്നോർത്ത് ഒരു കുഴപ്പമില്ല, അതാ ഞാൻ പറഞ്ഞത്. അയ്യോ, അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടതും അല്ലേ? താങ്കൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമോ? അതായത് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് കർത്താവിൻ്റെ കൽപ്പന ഒഴിവാക്കാൻ ഒരു ആഗ്രഹം വരില്ല. കാരണം സ്പർജൻ എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, ഒരു കല്ലെടുത്ത് തലേ വെച്ചോണ്ട് സ്നാനപ്പെടണമെന്ന് എഴുതിയാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് അത്ര വലിയ കാര്യമല്ലേ? അപ്പൊ കർത്താവ് എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ലേ? അത് ചെയ്യാതെ ഇരിക്കാനല്ല ഞാൻ നോക്കുന്നത്, എത്രയും വേഗം ചെയ്യാനാ ഞാൻ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സ്നാനത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? സ്നാനം വേണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യ വിഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സ്നാനം വേണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗവും ഇല്ല. പിന്നെ എന്നാ പ്രശ്നം എന്നറിയോ? സ്നാനത്തിൻ്റെ സമയം, സ്നാനത്തിൻ്റെ വിധം, ഈ രണ്ട് കാര്യത്തിലേ പ്രശ്നമുള്ളൂ. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പെടണ്ടേ? 8-ാം ദിവസമാണോ? 12-ാം ദിവസമാണോ? 10-ാമത്തെ വയസ്സിലാണോ? 50-ാമത്തെ വയസ്സിലാണോ? ബൈബിളിലില്ല. സമയം ഒന്ന് പറയാമോ ബൈബിളിൽ നിന്ന്? വിശ്വസിക്കുമ്പോൾ അതാ സമയം. ഏതായാലും ഈ ഇരിക്കുന്ന ആൾ വിശ്വസിക്കുകയല്ല. ഏതാ ഈ രണ്ടാമതിരിക്കുന്ന ആൾ വിശ്വസിക്കാനാണ്, തിരിച്ചറിയാൻ പ്രായകനെ വിശ്വസിക്കുന്നേ. സ്തോത്രം. അപ്പോൾ വിശ്വസിക്കുന്ന ആൾക്ക് 12 വയസ്സേ ഉള്ളെങ്കിൽ സ്നാനം കൊടുക്കാം. വിശ്വസിക്കാത്ത ആൾക്ക് 90 വയസ്സായാലും സ്നാനം കൊടുക്കണ്ട. ഞാൻ 88കാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. 88-ാമത്തെ വയസ്സിൽ സ്നാനം നടത്തിയിട്ടുണ്ട്. ആ അമ്മച്ചിക്ക് നിർബന്ധം. പക്ഷെ അമ്മച്ചി എഴുന്നേറ്റ് നിന്നാൽ വിറയ്ക്കും. അപ്പം ഞാനൊരു കൺസെഷൻ കൊടുത്തു, അമ്മച്ചി ഈ പ്രായത്തിൽ സ്നാനപ്പെട്ടില്ലെങ്കിലും ദൈവം സഹായിക്കും. കാരണം ഇതുപോലെ വിറയ്ക്കുന്ന ആളെ എങ്ങനെയാണ് വെള്ളത്തിലിറക്കുന്നത്? ഉടനെ അമ്മച്ചി പറയുക, പാസ്റ്റർക്ക് ഉത്തരവാദിത്വം ഉണ്ടോയെന്ന് എന്നോട് ചോദിക്കുക. അയ്യോ, എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിറച്ചോട്ടെ, എന്നെ സ്നാനപ്പെടുത്തണം. ഞാൻ അമ്മച്ചിയുടെ 2 പെൺമക്കളെയും കൂടെ ഒരുമിച്ച് വെള്ളത്തിലിറക്കി. 2 പേര് അപ്പുറം ഇപ്പുറം നിന്ന് അമ്മച്ചിയെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ച് സ്നാനം നടത്തി. പിന്നെ ഞാൻ അതുപോലെ റിസ്ക് എടുത്ത് സ്നാനപ്പെടുത്തിയത് ഇപ്പം പിറവത്തുള്ളൊരു സഹോദരിയാണ്. അവർ ഒരു ചെറിയ സർജറിക്ക് ശേഷം തളർന്നുപോയി. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ നേഴ്സായിരുന്നു. ഇപ്പം 30 വയസ്സോ 35 വയസ്സോ 30 വയസ്സേ കാണുള്ളൂ. തളർന്ന് കിടക്കുക. ഇപ്പോൾ 10 കൊല്ലമായി. ആ കിടപ്പിക്കിടന്ന് ടെലിവിഷനിലൂടെ വചനം കേട്ട് ആ വീട്ടിൽ പോയി പലരും സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ചവർ രക്ഷിക്കപ്പെട്ടു. ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചു.
നിങ്ങളുടെ ചർച്ചിലോട്ട് വീൽ ചെയർ കയറുമോ? ഞാൻ പറഞ്ഞു കയറത്തില്ല. ഞാൻ കിടപ്പ് രോഗിയാണ്. ഞാൻ വചനം കേട്ട് വളരെ സന്തോഷിക്കുന്നുണ്ട്. എനിക്കൊരു ആരാധന പങ്കെടുക്കണം. ഞാൻ ചർച്ചിലെ സഹോദരന്മാരെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഡോറ് പൊളിക്കണം, വീൽ ചെയർ കയറ്റതുപോലെ ആക്കണം. എന്തിനാ പാസ്റ്ററെ? ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. നടന്നു വരുന്നവരാരും വരുന്നില്ലല്ലോ. വീൽ ചെയറിൽ വരുന്നവർക്കല്ലേ ഇപ്പോൾ വരാൻ തോന്നിയുള്ളൂ. അതുകൊണ്ട് ഒരു ഡോറ് വീൽ ചെയർ കയറുന്ന പോലെ ആക്ക്. ഏതായാലും സഹോദരന്മാർ അപ്പം തന്നെ 24 മണിക്കൂറിലുള്ള ഡോർ അങ്ങനെ ആക്കി. ആ സഹോദരിയെ അതിൻ്റെ ആങ്ങള ഉന്തി കൊണ്ടുവന്ന ഹോളിൽ ഇരുത്തും. ആ ചർച്ചിൽ ഏറ്റവും ശക്തിയോടെ ആരാധിക്കുന്ന ആ പെങ്കൊച്ച. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും എന്തൊരു സന്തോഷമുള്ള ജീവിതമാണ്. ജീവിതമില്ല. നമ്മുടെ ഭാഷ പറഞ്ഞ ജീവിതം തകർന്നു. പിള്ളേരുടെ ഭാഷ പറഞ്ഞ കട്ടപ്പുകയായി. സുന്ദരിയായ പെൺകുട്ടി 24-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 26-ാമത്തെ വയസ്സിൽ നടു തളർന്നു പോയി, പാരലൈസ്ഡായിട്ട് കിടക്കുക, യൂറിൻ ട്യൂബും കടിപ്പിച്ച് വരിക, ആ കൈ കൊട്ടി പാട്ടുപാടി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക. ഇതാ ജീവിതം. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു തൃപ്തി ഇല്ലല്ലോ നമ്മളിൽ പലർക്കും, ഒരു സന്തോഷം ഇല്ലല്ലോ പലർക്കും. ഇതൊന്നുമില്ല. ക്രിസ്തുവിലുള്ള ജീവിതം, ഇതാണ് ജീവിത രഹസ്യം. ഹല്ലേലൂയ. മനസ്സിലായോ? ഈ സഹോദരിക്ക് കർത്തൃമേശ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം സ്നാനപ്പെട്ടിട്ടില്ല. അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ട്. കർത്തൃമേശം കൊണ്ട് ചെല്ലുമ്പം അതിന് കൊടുക്കാൻ പറ്റിയല്ലോ. ബാക്കി അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ മേടിക്കും. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇത് കർത്തൃമേശം എടുക്കട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ നിന്നെ എങ്ങനെ സ്നാനപ്പെടുത്തുന്നത്? അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പേഴ്സണലായിട്ട് ചോദിച്ചു, കർത്താവ് ഈ സഹോദരി സ്നാനപ്പെടാതെ കർത്തൃമേശ എടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? ഉപദേശം മാറ്റാനൊക്കെയല്ല, ഒരാൾക്ക് വേണ്ടി ഉപദേശം മാറ്റിയ വലിയ കുഴപ്പമാണ്. സ്തോത്രം. എന്താ മാർഗം? രക്ഷിക്കപ്പെടാത്ത ഒരാങ്ങളയുണ്ട്. ആങ്ങളയോട് ഞാൻ ചോദിച്ചു, സഹോദര നിൻ്റെ പെങ്ങൾക്കൊരാഗ്രഹമുണ്ട്, നീ സാധിപ്പിക്കുമോ? എൻ്റെ പെങ്ങളുടെ ഏതാഗ്രഹവും ഞാൻ സാധിപ്പിക്കുമെന്ന് തോന്നുന്നു. ഇതാന്ന് അവരറിയില്ലല്ലോ. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാൽ അവൾക്ക് സ്നാനപ്പെടണം. അയ്യോ, അതാണോ? ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ്? ഒരു കുഴപ്പമില്ല. നീയല്ലേ അവളെ എടുത്ത് വീൽ ചെയറെ കയറ്റുന്നത്. നീ അവളെ എടുത്തോണ്ട് കുളത്തിലിറങ്ങണം. ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവളെ കസേരയിലിരുത്തി എടുത്ത് വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തി. നടന്നു വരുന്ന നീ എന്നാ ഇതുവരെ സ്നാനപ്പെടാതെ? വചനം കേട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എന്നാ സ്നാനപ്പെടാതെ? ഇന്നൊരു തീരുമാനം എടുക്കണം. പഴയ മനുഷ്യനെ കുഴിച്ചിടണം. ഈ അടുത്ത ദിവസങ്ങളിൽ സ്നാനം ഉണ്ടോയെന്ന് സണ്ണിപ്പാസ്റ്റോട് ചോദിക്കണം. നീട്ടരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാവോ യേശുക്രിസ്തു സ്നാനപ്പെട്ട രംഗം? യേശുക്രിസ്തു ബഹുദൂരം നടന്ന് യോഹന്നാൻ്റെ അടുക്ക വന്ന് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി. ഉടുത്ത തുണിയോടെ ഇറങ്ങി. യോഹന്നാൻ പേടിച്ചുപോയി. അയ്യോ, നീ എന്നെയല്ലേ സ്നാനപ്പെടുത്തണ്ടേ? എൻ്റെ ക്രമം വെച്ച് പറഞ്ഞാൽ. യേശു പറഞ്ഞല്ല, ഇങ്ങനെ സകല നീതി നിവർത്തിക്കണം. അവൻ സകലത്തിലും നമുക്ക് മാതൃക. അവൻ ഇറങ്ങി. യോഹന്നാൻ അവനെ മുക്കി. അവനൊരു കുഞ്ഞിനെ പോലെ കീഴടങ്ങി വെള്ളത്തിൽ പൊങ്ങി. യേശു ദൈവപുത്രൻ നനഞ്ഞ് കുതിർന്നു പൊങ്ങി വന്നപ്പോൾ ആദ്യം കണ്ടത് ആരാന്നറിയാവോ? പിതാവായ ദൈവം. പിതാവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനം ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ? അതെ. നീ സ്നാനപ്പെട്ട് പൊങ്ങുമ്പോൾ ഇത് തന്നെ സ്വർഗത്തിലെ അപ്പൻ വിളിച്ചു പറയും. ഒരു പുതിയ ജീവിതത്തിന് ഒരുങ്ങുന്നെങ്കിൽ, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നെങ്കിൽ, ഒരു പുതിയ തുടക്കം. ഈ ക്ലാസ് കഴിയുമ്പോൾ എത്ര പേര് സ്നാനത്തിന് ഒരുങ്ങും? ഹല്ലേലൂയ. ഒരു പുതിയ ജീവിതം വെറുതെ കിട്ടത്തില്ല. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല. എനിക്കെല്ലാം എന്നേശു അത്രേ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും
എന്നേക്കും ജീവിക്കുക. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല. എനിക്കെല്ലാം എൻ്റെ യേശു അത്രേ. നമ്മൾ ഈ പാട്ടൊന്ന് പാടി അടുത്ത തീരുമാനം കൂടെ ഇന്ന് രാത്രി എടുക്കാൻ പോവാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കൊയറ പാട്ട് നമുക്ക് വേണ്ടി പാടും. ശക്തിയോടെ പാടാം, ആത്മാവിൽ പാടാം. സണ്ണിപ്പാസ് അനൗൺസ്മെന്റ് വല്ലതും ഉണ്ടോ? ഇല്ല. 10 മണിക്ക് രാവിലത്തെ മീറ്റിംഗ് തുടങ്ങും. ഇപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ തന്നെ കർത്താവിനായിട്ട് സമർപ്പിച്ചാട്ടെ. ആത്മാവിൽ പാടാം, ആത്മശക്തി അനുഭവിക്കാം, ഒരു പുതിയ ജീവിതത്തിനായി സമർപ്പിക്കാം. ചേർന്ന് പാടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്